ഞങ്ങൾക്ക് വടക്കേന്ന് സജിവട്ടം തന്ന മാങ്ങയാണ്. ഈ മാങ്ങ കണ്ടപ്പോൾ തുടങ്ങി പൊന്നു ഷെയ്ക്കോ ജ്യൂസോ അല്ലാതെ വേറെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കി തരുമോ അമ്മയെന്നും ചോദിച്ചു പിന്നാലെ അടപ്പായിരുന്നേ. ജ്യൂസും ഷെയ്ക്കും അല്ലാതെ എങ്കിൽ പിന്നെ ഒരു പുഡിങ് ആയിക്കോട്ടെ എന്ന് കരുതി മാങ്ങയെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര, ഒരു നുള്ളുപ്പ്, ഒരു ഗ്ലാസ് പാല്, പിന്നെ ഒരു സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇത്രയും ചേർത്ത് ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഈ അടിച്ചെടുത്ത മിക്സിനെ ഞാനൊരു പാനിലേക്ക് മാറ്റാനേ. ഇനി ഒരു ചെറിയ പാത്രത്തിൽ ഒരു 4 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് പാലൊഴിച്ച് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പാനിൽ ഒഴിച്ചു വെച്ചിരുന്ന മാങ്ങ ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണേ. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇളക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. മാങ്ങ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കോൺഫ്ലവറിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ കുറച്ച് നേരമായിട്ട് കലക്കി വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അടിയിൽ ഊറി വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ കട്ട കുത്താനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ ഈ മാങ്ങ കുക്ക് ചെയ്ത് അധികം ടൈറ്റ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. കുട്ടികൾക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഈ പുഡിങ് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.